വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുള്ള ഒരു കാര്യമായിട്ടാണ്. അതായത് ഫ്രോസൺ ചപ്പാത്തി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാം എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രോസൺ ചപ്പാത്തി എന്ന് പറയും, അല്ലെങ്കിൽ റെഡി ടു കുക്ക് ചപ്പാത്തി എന്ന് നമുക്ക് പറയാം. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിക്കാറുള്ളത് അല്ലേ? അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചപ്പാത്തി എന്ന് പറയുമ്പോൾ ചില കമ്പനി നല്ലതായിരിക്കും, ചിലത് നമുക്ക് നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടേക്ക് എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് 2 ദിവസമൊക്കെ കഞ്ഞി വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ വെള്ളം ഉണ്ടാക്കാൻ തുടങ്ങും. കാരണം അവർക്ക് ചപ്പാത്തി വേണം, ചപ്പാത്തി കറിയാണ് അവരുടെ ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഫ്രോസൺ ചപ്പാത്തി വാങ്ങിച്ചിട്ട് ഉണ്ടാക്കും, പക്ഷെ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഞാനിപ്പോ ഈ റീസെന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്, നമ്മൾ ചപ്പാത്തി ഫ്രോസൺ ആക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് ചുട്ടെടുത്താൽ മതി. അപ്പൊ പണ്ടൊക്കെ ഞാൻ ചെയ്തപ്പോ ചപ്പാത്തി ജസ്റ്റ് ഹാഫ് കുക്ക് ചെയ്തിട്ടാണ് ഫ്രീസറിൽ വെക്കാറുണ്ടായിരുന്നത്. പക്ഷെ അതിനേക്കാളും നന്നായിട്ടുള്ളത് ഞാനിപ്പോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്രൊസീജിയർ ആണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പൊ ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊക്കെ കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ നമ്മുടെ ഉപ്പുമാങ്ങ ചമ്മന്തി, അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും കാണാൻ മറക്കരുത്. ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് ഫ്രോസൺ ചപ്പാത്തി വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? റെഡി ടു കുക്ക് ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തി കുഴയ്ക്കുന്നതൊക്കെ നമ്മൾ സാധാരണ എൻ്റെ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ പോലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ പ്രൊസീജിയർ കാണിക്കുന്നത്. അപ്പോൾ അറിയുന്നവർക്ക് ഈ ഭാഗം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക. നിങ്ങൾ ചപ്പാത്തി കുഴയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോകണം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ സാധാരണ എടുക്കുന്നേക്കാളും കുറച്ചും കൂടി ഓയിൽ വേണം ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഇപ്പോൾ ചപ്പാത്തിക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപ്പ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ കൂടുതൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ 2 ഗ്ലാസ് പൊടിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പൊടി എപ്പോൾ വേണമെങ്കിലും കൂടുതൽ ചേർക്കാമല്ലോ. വെള്ളം ഞാൻ 1 ഗ്ലാസിൻ്റെ അളവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മിക്കവാറും 2 ഗ്ലാസ്സിന് 1 ഗ്ലാസ്സാണ് വെള്ളത്തിൻ്റെ അളവ് സാധാരണ രീതിയിൽ. ചിലപ്പോൾ പൊടി അനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ആട്ട, അതായത് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 1 ഗ്ലാസ് ആട്ട ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. പ്യുവറായിട്ടുള്ള ഗോതമ്പ് പൊടി ഞാനിവിടെ ഉപയോഗിക്കുന്നത്, അതായത് ഒട്ടും തന്നെ മൈദയില്ലാത്ത ഗോതമ്പ് പൊടി. അപ്പോൾ ആദ്യം തന്നെ 1 ഗ്ലാസ് ഇട്ട് കൊടുക്കാം. ആദ്യം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തി കുഴയ്ക്കാൻ ഇത്രയും ഈസി ആയിട്ടുള്ള മാർഗ്ഗം നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചപ്പാത്തി റെസിപ്പി ഇത്ര ഹിറ്റാവാൻ കാരണം. ഒരുപാട് പേരുടെ ജോലിഭാരം കുറച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഇതിലോട്ട് വീണ്ടും 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണ് വെള്ളം എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ അതേ അളവിൽ തന്നെ പൊടി എടുത്താൽ മതി. അപ്പോൾ ഇത് 1 ഗ്ലാസും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം സ്പൂൺ കൊണ്ട് അങ്ങ് മിക്സ് ചെയ്യുക. അതിന് ശേഷം മാത്രം അവസാനം കൈ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈസി ആയിരിക്കും മിക്സ് ചെയ്യാൻ. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ അവസാനമായിട്ട് ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 2 ഗ്ലാസ് ആട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടുതൽ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ ആട്ട ചേർത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ആട്ട ഇതിലേക്ക് വേണ്ടി വരും. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് മാറ്റണം. പിന്നെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് നമ്മളിത് കുഴയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൈയിൻ്റെ ഈ ഭാഗം വെച്ച് അങ്ങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കുന്ന പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് കൈയിനൊക്കെ ബുദ്ധിമുട്ട്, അതായത് കൈയിന് വേദന ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 2 ഗ്ലാസ് എടുത്തില്ലേ, അതിന് പകരമായി 1 ഗ്ലാസ് മാവ് എടുക്കുക, 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഉണ്ടാക്കുക, മാവ് മാറ്റി വയ്ക്കുക, അതിനുശേഷം വീണ്ടും ചെയ്യുക. അപ്പോൾ എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്താലും മതി. അപ്പോൾ കുറവ് എടുത്തിട്ട് നമ്മൾ പരത്തുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമ്മുടെ കൈയിനൊക്കെ വേദന ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഇന്ന് രാത്രിക്കും വേണം, നാളെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും വേണം ചപ്പാത്തി. അതുകൊണ്ടാണ് ഞാൻ 2 ഗ്ലാസ് എടുത്തിരിക്കുന്നത്. ചപ്പാത്തി പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നന്നായിട്ട് കുഴയ്ക്കാൻ വേറൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ അങ്ങ് കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തി എടുത്താൽ മതി. അപ്പോൾ ശരിക്കും നല്ലതായിട്ട് നമുക്ക് കുഴഞ്ഞ് വരും. നഖമുള്ള ആൾക്കാരാണെങ്കിൽ ഈ നഖം ഇപ്പുറത്തെ കയ്യിൽ പെടാതെ സൂക്ഷിക്കണം കേട്ടോ. എനിക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യമാണ്. കാരണം നഖം ഇപ്പുറത്തെ വിരലിൽ പെട്ടിട്ട് വേദന എടുക്കും ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പം നമ്മുടെ കൈയിൻ്റെ ആയാസം കുറയ്ക്കാൻ പറ്റും, നമ്മുടെ ജോലിഭാരം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് ഇതുപോലെ കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ട. ഇതുപോലെ കൈയൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലായിരിക്കണം. തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് നമുക്ക് ഒരു 1/2 മണിക്കൂർ അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഉരുളകളാക്കി ഉരുട്ടി
നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെ നമ്മുടെ മാവ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂർ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇതിന് ഉരുളകളാക്കി ഉരുട്ടണം, അതിനുശേഷം പരത്തിയെടുക്കണം. ഉരുളകളുടെ വലിപ്പം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് വലുതോ ചെറുതോ ആക്കാം. ഞാനൊരു മീഡിയം സൈസാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ മീഡിയം സൈസ് ഉരുളകളാക്കി നമുക്ക് ഉരുട്ടാം. ഉരുട്ടി ആദ്യം തന്നെ ഉരുട്ടി വെക്കണം എന്നില്ല, അല്ലെങ്കിൽ തനി ഓരോന്നായിട്ട് ഉരുട്ടി എടുത്താലും മതി. അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഉരുട്ടി വെച്ചോളൂ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോലി എളുപ്പമാവും. അപ്പോൾ ഒരു 3-4 ഉരുള നമുക്ക് ആദ്യം തന്നെ ഉരുട്ടി വെക്കാം. പിന്നെ നമ്മൾ ഓരോന്ന് എടുത്തതിന് ശേഷം ഈ പാത്രം അടച്ചു വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കളർ ചേഞ്ച് വരും. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഇത് കണ്ട അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ നിന്ന് ഒരു ഉരുള എടുക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിച്ചണിലൊക്കെ വെച്ച് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴേ എൻ്റെ ഹൈറ്റ് പരത്താനുള്ള ഡിഫിക്കൽറ്റി ഉണ്ട്. സാരമില്ല. അപ്പോൾ ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് നമ്മുടെ പരത്തുന്ന പലകയിൽ വെച്ച് കൊടുക്കാം. കുറച്ച് പൊടി ഡസ്റ്റ് ചെയ്യാം, അതായത് നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് നിങ്ങൾ പരത്തി കൊടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ചപ്പാത്തി പരത്തുമ്പോൾ നമ്മൾ വളരെ നൈസായിട്ട് പരത്താറുണ്ടല്ലോ. ഈ റെഡി ടു മേക്ക് ചപ്പാത്തി ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് നൈസായിട്ട് പരത്താൻ പാടില്ല. അപ്പോൾ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈവനായിട്ട്, പക്ഷേ ഒരുപാട് നൈസാവാതെ അതേസമയം തിക്കാവാൻ പാടില്ല, ആ രീതിയിൽ അങ്ങ് പരത്തിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എല്ലാ ഭാഗത്തും ഒരേ അളവിൽ തിക്നെസ് ആവണമെന്ന് മാത്രം. നമ്മളിത് പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത് കേട്ടോ. പലരും ആദ്യത്തെ ചപ്പാത്തി വീഡിയോ കണ്ടപ്പോൾ ഇത് പച്ചവെള്ളമാണോ ചൂടുവെള്ളമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളമാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയും. അപ്പോൾ ആദ്യത്തെ ചപ്പാത്തി ഞാൻ പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് കേട്ടോ എടുക്കുമ്പോൾ ഒരുപാട് തിന്നുമല്ല ഒരുപാട് തിക്കുമല്ലാത്ത ഒരു തിക്നെസ്സാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈവൻ ആയിരിക്കണം, എല്ലാ സൈഡിലും ഒരേ തിക്നെസ്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ ചപ്പാത്തി പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലുമിനിയം ഷീറ്റ് എടുത്തിരിക്കുകയാണ്. ഞാൻ അലുമിനിയം ഷീറ്റ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം എല്ലാവരും എടുത്തിപ്പോൾ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ മിക്കവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു ഐറ്റമാണ് അലുമിനിയം ഫോയിൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് വെക്കാം. അതായത് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പരത്തിയിരിക്കുന്ന ചപ്പാത്തി വെക്കാൻ പോകുന്നത്. കാരണം ഇത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല തിരിച്ച് പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് എത്ര ചപ്പാത്തി ഉണ്ട് അത്രയും ഈ പേപ്പർ മുറിച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഈ പേപ്പർ കളയണ്ട, നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചപ്പാത്തി പുറത്തെടുത്തതിന് ശേഷം ഈ പേപ്പറിൽ തന്നെ നമുക്ക് അടുത്ത ബാച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പരത്തിയ ചപ്പാത്തി അങ്ങ് വെച്ച് കൊടുക്കാം. തിരിച്ചും അതിൻ്റെ മുകളിലോട്ട് തന്നെ നമുക്ക് അടുത്ത ഷീറ്റ് അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കാം. പിന്നെ വീണ്ടും ചപ്പാത്തി ഉണ്ടാക്കുക, ഇതിൻ്റെ മുകളിൽ വെക്കുക. അങ്ങനെ എത്രയോ ചപ്പാത്തി നിങ്ങൾക്ക് ഒരു 6 ചപ്പാത്തി മാക്സിമം 6 ചപ്പാത്തി മതി, ഒരുപാട് വേണ്ട. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചപ്പാത്തി പാക്കറ്റിലും 5-6 ചപ്പാത്തിയിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 6 ചപ്പാത്തിയോളം ഇതുപോലെ ഓരോ പേപ്പറിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് അവസാനം ഇതൊരു സിബ്ലോക്ക് കവറിൽ ഉള്ളിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു അടുത്ത ചപ്പാത്തി കൂടെ പരത്തട്ടെ. അപ്പോൾ അടുത്ത ചപ്പാത്തി പരത്തിയിട്ടുണ്ട്, അത് ഇതിൻ്റെ മുകളിൽ വെക്കുക. വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിലോ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചാലും മതി കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയി തോന്നുന്നു ഇതുപോലത്തെ അലുമിനിയം ഫോയിൽ വെക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ചപ്പാത്തി പരത്തി വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിതുണ്ടല്ലോ 2 തരത്തിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് പാതി കുക്ക് ചെയ്തു നമ്മൾ ചപ്പാത്തി, അതിനുശേഷം ഞാൻ ഫ്രീസ് ചെയ്തു, എന്നിട്ട് ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്ക് റിസൾട്ട് നന്നായി തോന്നിയത് കുക്ക് ചെയ്യാത്ത ചപ്പാത്തി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പിന്നെ അത് കാണിക്കാത്തത് കേട്ടോ. ഇതാണ് എളുപ്പമായി തോന്നിയത്. മറ്റേത് നമ്മൾ ആദ്യം തന്നെ കുക്ക് ചെയ്യാൻ നിൽക്കണം, വീണ്ടും പിന്നെ തണുക്കാൻ അനുവദിക്കണം, പിന്നെ ഫ്രീസ് ചെയ്യണം. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതേപോലെ പരത്തുക, അതിനുശേഷം അങ്ങ് ഫ്രീസ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അടുത്ത് സിപ്ലോ കവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല വലിയ പാത്രത്തിൽ എല്ലാം റെഡിയാക്കിയതിന് ശേഷം വെച്ച് അടച്ചു വെച്ചാൽ മതി. അങ്ങനെയും സൂക്ഷിക്കാം. നമ്മൾ വലിയ പാത്രത്തിൽ വെക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസറിൻ്റെ ഉള്ളിലത്തെ സ്പേസ് നഷ്ടപ്പെടും, ഒരുപാട് സ്പേസ് എടുക്കും പാത്രം വെക്കുകയാണെങ്കിൽ. അതേസമയം ഇതേപോലെ സിപ്ലോ കവർ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പേസേ പോവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സിപ്ലോ കവർ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷേപ്പ് ഒന്നും നോക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെക്കുക. ഇതുപോലെ ഒരു 6 ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം മൊത്തത്തിൽ റെഡിയാക്കിയിട്ട് ഞാൻ സിപ്ലോ കവറിൽ ഇട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 6 ചപ്പാത്തി ഇതേപോലെ പരത്തിയിട്ട് ഇതേപോലെ മുകളിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതിൻ്റെ സൈഡ്സ് അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ക്ലോസ് ചെയ്യണമെന്ന്. ചപ്പാത്തിനേക്കാളും വലിയ ഷീറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഒരു സിപ്ലോ കവർ എടുക്കുക, അതിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ കവർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വലിയ പാത്രത്തിൽ, അതായത് ഈ ചപ്പാത്തിനേക്കാളും വലിപ്പമുള്ള പാത്രത്തിലോട്ട് അങ്ങ് ഇറക്കി വെക്കുക. എന്നിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാലും മതി. ഫ്രീസറിൽ വെക്കണം, ഫ്രിഡ്ജിലല്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഫ്രീസറിലോട്ട് വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കേടായി പോവേ. ഇതൊരു 1-2 മാസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും.
അപ്പോൾ അത് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിലിപ്പോൾ എല്ലാവർക്കും ഫ്രഷായി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതെ സിപ്ലോ കവറിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഇതിൻ്റെ ഉള്ളിലത്തെ എയർ കംപ്ലീറ്റ് അങ്ങ് കളഞ്ഞതിന് ശേഷം അങ്ങ് അടച്ച് വെക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പുറത്തെടുത്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രീസ് ചെയ്യട്ടെ. തണുത്തതിന് ശേഷം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1 മാസം 2 മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വീക്കെൻഡിൽ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളിയോ ശനിയോ ഞായറോ ഉണ്ടാക്കിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി. അല്ലാണ്ട് ഒരുപാട് നാൾ ഉണ്ടാക്കി വെക്കുന്നത് അത്ര ഹെൽത്തിന് നല്ലതൊന്നുമല്ല. ആക്ച്വലി ഇത് എന്താ പറയുക നിവൃത്തിയില്ലെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഫ്രഷായി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ ഫ്രീസായിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. ഈ അലുമിനിയം ഫോയിൽ വെച്ച് കഴിഞ്ഞ് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. കണ്ട ഇത് അലുമിനിയം ഫോയിൽ കളയണ്ട കേട്ടോ. നമ്മൾ എടുത്ത് വെക്കാം. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും വീണ്ടും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അല്ല അപ്പോൾ ഇതുപോലെ നമുക്ക് വിട്ട് കിട്ടും. നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തവ മീഡിയം തീയിൽ വെക്കുക. 2 മണിക്കൂർ ആയിട്ടുള്ള അതുകൊണ്ട് കുറച്ചും കൂടെ ഫ്രീസ് ആവാനുണ്ട് കേട്ടോ. കുറച്ചും കൂടെ കല്ല് പോലെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നല്ല കല്ല് പോലെ ഉണ്ടാവും. പക്ഷെ ഇതിപ്പോൾ അത്ര അവിടെ ആയിട്ടില്ല. എന്നാലും ഇതുപോലെ തന്നെയാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ പുറത്തെടുത്ത വശം തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. അല്ലാണ്ട് ഒരുപാട് സമയം പുറത്ത് വെച്ചിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ തണുപ്പോട് കൂടിയിട്ട് തന്നെ നമുക്ക് തവയിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതും തവ ചൂടാവട്ടെ. തവ ചൂടായിട്ടുണ്ട്, മീഡിയം ചൂടായിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കും. ഒന്ന് ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിടാം. ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ സൈഡിലും കുമിളകൾ വരാൻ തുടങ്ങുന്ന സമയത്ത് വേണം തിരിച്ചിടാൻ. ആദ്യത്തെ ഭാഗത്തേക്ക് തന്നെ നമ്മൾ വീണ്ടും തിരിച്ചിടുക. നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എണ്ണ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് തടവി കൊടുക്കാം. നന്നായി പോള വരുന്നുണ്ട്. ഇതുപോലെ തന്നെ മൊത്തത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് തടവാട്ടോ. ഓയിൽ തടവി കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. വേണമെന്നുള്ളവർക്ക് മാത്രം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഞാനും കുറച്ചൊരു 10-12 ചപ്പാത്തി പരത്തി ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതാ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഉണ്ടാക്കിയാൽ മതി. ബാക്കിയുള്ളത് ഫ്രീസറിൽ തന്നെ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഫ്രോസൺ ചപ്പാത്തി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ എണ്ണയൊക്കെ വളരെ കുറവേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ 7 ദിവസമൊക്കെ വെച്ചാൽ മതിയാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും 1 മാസം 2 മാസമൊക്കെ അവകാശവാദം പറയുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 7 ദിവസം മാത്രം മതി. അപ്പോൾ വീക്കെൻഡിൽ ഉണ്ടാക്കി വെക്കുക. ഒരു 6-7 ദിവസം യൂസ് ചെയ്യുക. അടുത്ത ബാച്ച് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. പറയണ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ ഉള്ളിൽ നല്ല ഫുൽക്ക പോലെ ലേസ് വന്നിരിക്കുന്നുണ്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാനിവിടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിള്ളേർക്ക് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ചൂടാറാതിരിക്കാൻ അലുമിനിയം ഫോയിലിൽ വെക്കുക. അതല്ലെങ്കിൽ കാസറോളിൽ വെക്കുക. കാസറോളിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഹെൽത്തിനൊക്കെ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ സൂപ്പറായിട്ടുള്ള ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രോസൺ ചപ്പാത്തി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Can you say that once more? Yeah. Sing it. Kanni. Kanni alla kanni. 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 I want kanni. Kanni. അയ്യോ അത് പഠിച്ചില്ല. Kanni. Tulang. Chicken. Danu. പുറത്തിറങ്ങിയിട്ടുള്ള Makaram. Kumpam. Rasta, okay? Rasta one say kumpam. Nina. Madam. Idava. Me. Mita. Mitu. Nam. Mitu nam. And then car. Kadakam. Good.